ഇന്നലെ അതിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കരങ്ങൾ ചേർത്തടിച്ച് ആദരങ്ങളെ തുറന്ന് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രികാലം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ദൈവം നമ്മളെ നടത്തിയ വലിയ പ്രതീക്ഷയോടെ എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ താൻ നന്മകൾക്കായി സ്തുതിക്കാമെന്നുള്ള മനോഹരമാകുന്ന ഗാനങ്ങൾ പാടി കരങ്ങൾ ചേർത്തടിച്ച് ആദരങ്ങളെ തുറന്ന് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
എന്നുള്ളവി സ്തുതിക്കാൻ സ്തുതിക്കാം സ്തുതിക്കാം നന്ദിയോടെ പാടിക്കുകയാം നന്ദിയോടെ പാടിക്കുക സ്തുതിക്കാം സ്തുതിക്കാം നന്ദിയോടെ പാടിക്കുകയാം നന്ദിയോടെ പാടിക്കുക സുരലോക സുഖമിടിക്കോ ഇന്ന് തേടി വന്നായിടലേ സുരലോക സുഖമിടിക്കോ ഇന്ന് തേടി വന്നായിടലേ നന്ദിയോടെ പാടിക്കുകയാം നന്ദിയോടെ പാടിക്കുകയോ സ്തുതിക്കാം സ്തുതിക്കാം നന്ദിയോടെ പാടിക്കുകയാം നന്ദിയോടെ പാടിക്കുകയാം മനസ്സോധനകൾ വരുമ്പോ ആരംഭ പെരുകിടുമ്പോ മനസ്സോധനകൾ വരുമ്പോ ആരംഭ പെരുകിടുമ്പോ കാത്തു സൂക്ഷിച്ചൊരുക്കാം ഭാരമില്ല ചുമത് കാത്തു സൂക്ഷിച്ചൊരുക്കാം ഭാരമില്ല ചുമത് സ്തുതിക്കാം സ്തുതിക്കാം എല്ലാം നന്ദിയോടെ പാടിക്കുകയാം ആത്മാവിനാൽ നിറച്ചു ആനന്ദമിൽ പരന്ന് ആത്മാവിനാൽ നിറച്ചു ആനന്ദമിൽ പരന്ന് നിത്യാശമർപ്പിച്ചു നന്ദിയോടെ പാടിക്കുകയാം നന്ദിയോടെ പാടിക്കുകയാം ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം പാവോ എന്റെ നിന്നുരേക്കാൻ എന്നിൽ കഞ്ഞനാമോ പാവോ എന്നിൽ നിന്നുരേക്കാൻ എന്നിൽ കഞ്ഞനാമോ
മണ്ണിനാമേലെടുത്തു എന്നേക്കുമായി മണ്ണിനാമേലെടുത്തു എന്നേക്കുമായി അഭിശേഷനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം ഭൂതവാദികൾക്കു ജ്ഞാനവധിക്കാർക്കും മോചനം കൊടുക്കുമാവോ ഭൂതവാദികൾക്കു ജ്ഞാനവധിക്കാർക്കും മോചനം കൊടുക്കുമാവോ കൃഷ്ണരോഗിക്കും ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം എല്ലാ നാമത്തിലോ വേലായ നാമം ജനം വാഴ്ത്തുന്നാമോ എല്ലാ നാമത്തിലോ വേലായ നാമം ജനം വാഴ്ത്തുന്നാമോ എല്ലാ മുഴുകാലും അടങ്ങിടും വല്ലഭത്തമുണ്ടാമോ എല്ലാ മുഴുകാലും അടങ്ങിടും ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം
ഇന്ന് രാത്രി ഇങ്ങനെയൊരു സാഹചര്യം, ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു സാഹചര്യം കർത്താവ് നമ്മൾ നൽകിയതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. 2025 7-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് ഡേറ്റ് 20 ഈ മാസവും വിട്ടുപോകുവാൻ വിരളയിൽ എണ്ണാവുന്ന ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത 8ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ വർഷം പിന്നിട്ട് ഇനി നമുക്ക് പോകുവാൻ ഒരു 4 മാസം കൂടെ പിന്നിട്ട 2025 തള്ളിക്കൊണ്ട് 2026 വരവേൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ, ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ. ഭക്തൻ പാടുന്ന വരികൾ എങ്ങനെയാണ്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം കരുതുവാൻ, ഇത്രത്തോളം നമ്മളെ നടത്തുവാൻ, ഇത്രത്തോളം നമ്മളെ മാനിക്കുവാൻ ജീവിതത്തിൽ ഒന്നുമില്ല. ഭക്തൻ പാടുന്നത് പോലെ യഹോവ എന്നെ സഹായിച്ചു. ആ ബോധ്യമുള്ളവർ കരങ്ങൾ ചേർത്തടിച്ച് അധരകളെ തുറന്ന് ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മാരുഭൂമിയിലെനിക്കു ജീവജല തന്നനെ ഇത്രത്തോളം സഹായിച്ചു. മാരുഭൂമിയിലെനിക്കു ജീവജല തന്നനെ ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം സഹായിച്ചു. ഈകനായി നിന്നെ പരദേശിയാ നാട് വീട് വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഈകനായി നിന്നെ പരദേശിയാ നാട് വീട് വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്ന് രക്ഷനാഥനെ ഇത്രത്തോളം സഹായിച്ചു, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്ന് രക്ഷനാഥനെ ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി,
ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരൂ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരൂ. അന്ന് പാട് ദൂതർ മധ്യയാട്ട് പാട് ശുദ്ധരത്തോ ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാട് ദൂതർ മധ്യയാട്ട് പാട് ശുദ്ധരത്തോ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെ ഞാൻ പരദേശിയാ നാടുവേട് പെട്ടു ഞാൻ അലഞ്ഞപ്പോ. ഏകനായി നിന്നെ ഞാൻ പരദേശിയാ നാടുവേട് പെട്ടു ഞാൻ അലഞ്ഞപ്പോ. മാരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മാരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. Thank you, Lord. Astaraja Ribanana Tibelegata Vaidana Abduracha Prudavana Shabala Handarajana Utegarata Visharabda Sharaja Rigada Ategavada Rigada Vaida Rigada Vala Handara Astaracha Prudavana Tigela Shabaraja Utegarata Lushavala Tigela Budavala Hallelujah Yudarabda Sharaja Rigada Vaida Rigada Aturaja Ribalambara Sharada Rigada Astaraja Vaidere Pudavara Nikadamala Divaragata Visharam Dalara Vivaram Charam Dalam Sharadega Vaida Atumana Digaragata Pudavara Dara Astaraja Vaidere Pudavara Dara Atta Vaidere Dara Juda Vakara Chere Nikadamala Divaragata Pudavara Dara Astaraja Pudavara Digaragata Vaidere Aturaja Vaidaraja Rikada Pudavana Udavana Rikada Udavana
ഹംദരാജ ഹല്ലേലൂയ ശബനഗടഗ ദുരബരബരബ രബാല ഹംദുലയാരഗദ ഉദഗചാരഗടഗ ശംദരാദന താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏകനായി നിന്നനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്ന് എന്നൊരു നാഥൻ ഇത്രത്തോളം യഹോവയെ സഹായിച്ചു. ഇന്ന് രാത്രി നാടും വീടും വിട്ട് രക്തബന്ധങ്ങൾ വെറുത്ത് നാട്ടുകാർ പഴിച്ചു. പക്ഷേ ഏകനായി ഉഴന്നു നടക്കുമ്പോൾ, ഏകനായി അന്തിയുറങ്ങുവാൻ വീടില്ലാതെ വഴിയോരങ്ങളിൽ വരാന്തരകളിൽ കടന്നുറങ്ങുമ്പോൾ ഭക്തൻ പറയുകയാണ്, സ്വന്തം നാട്ടിൽ എന്നെ ചേർത്തുകൊള്ളുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ പാട്ടുകാരൻ പറഞ്ഞ വരിയോട് ചേർന്ന് പാടുവാൻ കഴിയും? യേശുവിനെ വേണ്ടി നിന്നതുകൊണ്ട്, കർത്താവിനെ വേണ്ടി ഓടിയതുകൊണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാകാം. പക്ഷേ സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, യേശുവിനെ ആരാധിച്ചതുകൊണ്ട് രക്തബന്ധങ്ങൾ പിണങ്ങി മാറിയെന്നിരിക്കാം. പക്ഷേ ഭക്തൻ പറയുക, വീട് പോയാലും നാട് പോയാലും നാട്ടുകാർ മാറിയാലും യേശുവിനെ ഞാൻ സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുക, യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുമെന്ന് ഭക്തൻ പറയുന്നത് പോലെ ഇന്ന് രാത്രികാല കർത്താവിന് വേണ്ടി നമ്മൾ നിന്നത്, ഓടുന്നത് വൃഥായായി മാറത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്ന് എന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവയെ സഹായിച്ചു. ഭക്തൻ പാടുന്ന വരികൾ ഇങ്ങനെയാണ്: സ്വന്തം നാട്ടിൽ ചെന്നു, സ്വന്തം നാട്ടിൽ ചേരും വരെ. ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക, നാം പാർക്കുന്ന, നാം വസിക്കുന്ന ദേശം സ്വന്തം ദേശമല്ല, പരദേശവാസമാണ്, താൽക്കാലിക നാടാണ്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക, നമുക്കൊരു സ്വന്തം നാടുണ്ട്, നമുക്കൊരു സ്വന്തം നാടുണ്ട്, നമുക്കൊരു സ്വന്തം വീടുണ്ട്, നമുക്ക് സ്വന്തം കൂടപ്പിറപ്പുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അക്കരെ നാട്ടിൽ ഞാൻ ചെന്നെത്തും, എന്റെ പ്രാണപ്രിയനുമായി ഞാൻ മുഖാമുഖമായി കാണുക. മുത്തുകളാൽ നിർമ്മിതമാകുന്ന 12 ഗോപുരങ്ങളാൽ നിർമ്മിതമാകുന്ന ഒരു നല്ല വീട് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല പ്രത്യാശയോടെ ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഉണരാമെന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ ആരാധന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടുവാൻ നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ജോബിന് ഞാൻ രണ്ടാമത്തെ സെക്ഷനാണ്. ഇനി ഒരു മൂന്നാമത്തെ സെക്ഷൻ ഉണ്ടെങ്കിലും ഞാൻ ആരാധിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ഞാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തെ എങ്ങനെയൊക്കെ ആരാധിച്ചാലും എങ്ങനെയെല്ലാം സ്തുതിച്ചാലും മതി വരില്ല. ദൈവം നമ്മുടെ പ്രായം വെച്ച് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇന്നുവരെയും ദോഷമൊന്നും ദൈവം നമുക്ക് ചെയ്തിട്ടില്ല. ചെയ്തതല്ല, നന്മ മാത്രമാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ ദാവീദ് പറയുന്നത് പോലെ, ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഓർക്കുക, പണം കൊടുക്കാനാണെങ്കിൽ തയ്യാറാണ്, ആരോഗ്യം കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷെ ദാവീദ് ചുറ്റുപാട് മൊത്തം നോക്കിയിട്ട് തൻ്റെ പ്രായം മുതൽ ഓർക്കുക, ജനനം മുതൽ ഓർക്കുക, തൻ്റെ പ്രായം വരെ താൻ നോക്കിയപ്പോൾ താൻ നേടിയതൊക്കെ ഓർക്കുക, ദൈവസ്ഥിതി അടുക്കി വെച്ചാലും മതി വരത്തില്ല. അത്ര വലിയ ഉപകാരമാണ് ദൈവം ചെയ്തത്. ഓർക്കുക, ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ദാവീദ് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ദൈവം എന്നെ അംബാനിയാക്കി മാറ്റിയില്ല, ദൈവം എന്നെ അവർക്കൊരു കോടീശ്വരനാക്കി മാറ്റിയില്ല, ദൈവം എന്നെ ഒരു പ്രവാചകനാക്കി മാറ്റിയില്ല. ഞാൻ അകത്തോട്ട് വലിക്കുന്ന ശ്വാസത്തിന്റെ കണക്ക് മാത്രം താൻ നോക്കിയപ്പോൾ ഒരു കൃത്രിമ ശ്വാസത്തിന് വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ വിധേയപ്പെട്ടാൽ ഓർക്കുക, ഞാൻ അധ്വാനിച്ചതൊന്നും ദൈവസന്നിധിയിൽ കണക്ക് പോരാമെന്ന് പുള്ളിക്ക് അത്ര ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല 2 സെക്ഷൻ ആരാധിക്കുമ്പോൾ മടിയായി തോന്നരുത്. അത് 3 സെക്ഷനിലേക്ക് മാറിയാൽ നാം മനസ്സിൽ നാം പറയണം, കർത്താവേ പോരാ പോരാ പോരാ. കര ചെയ്തതോർക്കുമ്പോൾ, നടത്തിയതോർക്കുമ്പോൾ, പരിപാലിച്ചതോർക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതലോർക്കുമ്പോൾ, എത്രമാത്രം അകം തുറന്നാലും, എത്രമാത്രം ശബ്ദമുയർത്തിയാലോ, എത്രമാത്രം കരകൾ ചേർത്തടിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹവും കരുതലോ എന്റെ കുടുംബം വ്യക്തിത്വങ്ങൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാല ഈ കളത്തിപ്പിടിയുടെ ദേശത്ത് നിന്നുകൊണ്ട് നമുക്കും ഇന്ന് രാത്രികാലം ചേർന്ന് പാടാം. ജീവിതത്തിന്റെ പരിപരത്തെ അനുഭവത്തിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മറു ചോദ്യങ്ങൾ ചോദിക്കാതെ ജീവിതത്തിൽ എന്തു വന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്കും ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം.
മാറിപ്പോകും വേദനയിൽ അപ്പാ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനയിൽ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനേ ആ നല്ല നാളുകൾ വേഗം വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനേ ആ നല്ല നാളുകൾ വേഗം വരും സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോ വേദനകൾ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ കരയുന്ന ദുഃഖത്താലുണ്ട് കണ്ണുനീരില്ലാവിശു മാറ്റിയിടുന്നേ കരയുന്ന ദുഃഖത്താലുണ്ട് കണ്ണുനീരില്ലാവിശു മാറ്റിയിടുന്നേ സങ്കേതങ്ങൾക്കെല്ലാം പരിഹാരം തന്നേടൂ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ സങ്കേതങ്ങൾക്കെല്ലാം പരിഹാരം തന്നേടൂ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനേ ആ നല്ല നാളുകൾ വീണ്ടും വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനേ ആ നല്ല നാളുകൾ വീണ്ടും വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേ ആ നല്ല നാളുകൾ വീണ്ടും വരും ഇന്ന് രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യങ്ങൾ വായിച്ച് നമ്മുടെ ചിന്തകൾ തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിച്ച് നമ്മുടെ ചിന്തകൾ തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ചാട്ടെ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും
കരയുന്നത്, അവളോട് കൂടെ യഹൂദന്മാർ കരയുന്നു, അവളോട് കൂടെ കരയുന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. മതി, അവന്റെ ഉള്ളം നൊന്ത് കലങ്ങി. ഇന്ന് വൈകിട്ടത്തെ കൂടെ പ്രസംഗമാകുമ്പോൾ ഈ ആഴ്ച ഞാൻ 6ാമത്തെ മെസ്സേജാണ് ചെയ്യുന്നത്. തൊണ്ടയെല്ലാം പൊട്ടി വല്ലാത്തൊരു പരുവത്തിലിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ശുശ്രൂഷയ്ക്ക് നമുക്ക് തടസ്സമല്ല. ഇന്ന് രാത്രികാല ദൈവവചനത്തെ ഉയർത്തുന്നതിൽ ഞാൻ വളരെ ധന്യനാണ്. കാരണം ഇതാണ്, എന്നെ ഉയർത്തുവാൻ, എനിക്ക് വേദി തരുവാൻ, കൈ പിടിച്ചുയർത്തുവാൻ മറ്റൊരാളില്ലാതിരുന്നപ്പോൾ ഈ കളത്തിപ്പിടിയുടെ പട്ടണത്തിൽ ഇവിടം വരെയും എന്നെ കൊണ്ടെത്തിച്ചത് യേശുവായതുകൊണ്ട് ആ നാമത്തെ ഉയർത്തുന്നതിൽ ഇന്ന് രാത്രികാലം വളരെ സന്തോഷവാനാണ്, വളരെ പ്രത്യാശയാണ്. ഓർക്കുക, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ആ നാമത്തെ ആരൊക്കെ ഉയർത്തുവാൻ തയ്യാറാണോ, ലജ്ജ കൂടാതെ, മടി കൂടാതെ, മടിപ്പ് കൂടാതെ ആ നാമത്തെ ആരൊക്കെ ഉയർത്തുന്നുവോ അവരുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ദൈവജനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബഥാനി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ യേശു സ്നേഹിച്ചൊരു കുടുംബമാണ് ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെ വീട്. യേശുവിനെ ഏറ്റവും കൂടുതൽ കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. യേശു ആ വീടിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനിടയായി മാറി. അതിൻ്റെ 3ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 11-ാം അധ്യായം അതിൻ്റെ 3ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. 2 വാക്യം ചേർത്ത് നമുക്ക് വായിക്കാം. 2-ാം വാക്യം ചേർത്ത് നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. ഈ മറിയെ ആയിരുന്നു കർത്താവിന്റെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായിരിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച് കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, വായിച്ചാട്ടെ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞു. 4 ദിവസമായെന്ന് അറിഞ്ഞു. ബേഥാനിയ യെരൂശലേമിലേക്ക് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മതി, രോഗം അറിയിച്ചിട്ടും യേശു ആ വീട്ടിൽ വന്നില്ല. 2 മരണവിവരം അറിയിച്ചു, യേശു വന്നില്ല. 4 ദിവസമെന്ന് ആയിട്ട് ബഥാനി എന്ന് പറയുന്ന സ്ഥലത്ത് ലാസറിന്റെ കുടുംബത്തിൽ മരണം സംഭവിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്ത് നിന്ന് 4-ാം ദിവസം യേശു ആ വീട്ടിലേക്ക് വന്നു. പക്ഷേ എൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. രക്തബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ 2 സഹോദരിമാരുടെ കരച്ചിൽ. നമ്മൾ മനസ്സിൻ്റെ പ്രസംഗത്തിൻ്റെ ഞാൻ അടർത്തിയെടുത്തിരിക്കുന്ന വാചകം ഇതാണ്. രക്തബന്ധം നഷ്ടപ്പെട്ടു പോയ 2 സഹോദരിമാരുടെ വേദന ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഓർക്കുക, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ബന്ധങ്ങൾ വളരെ കാത്തു സൂക്ഷിക്കണം. ഈ 2 കുടുംബത്തിന്, 2 സ്ത്രീകൾക്ക് കയറി ചെല്ലുവാൻ ആകെ ഒറ്റ ആങ്ങളയേ ഉള്ളൂ. ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. 2 സ്ത്രീകൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടുകളാണ്. ഒരു പുരുഷന് വീടില്ലെങ്കിലും കടത്തിണ്ണയിലാണ് കിടക്കുക, റെയിൽവേ ട്രാക്കിലാണെങ്കിലും കിടക്കാം. പക്ഷേ ഒരു 5 മണിക്ക് ശേഷം ഒരു സ്ത്രീയുടെ ഹൃദയത്തിലെ വേദന ഭയങ്കരമാണ്. ഒരു പുരുഷനില്ല എങ്കിൽ, ഒരു വീടിന് ചുറ്റുമതിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും ഒരു പുരുഷൻ ഒരു വീടിന്റെ അകത്തുണ്ടെന്നറിഞ്ഞാൽ ഓർക്കുക, സാമൂഹ്യ വിരുദ്ധർ ഓർക്കുക, ആ വീടിനെ ആക്രമിക്കുവാൻ കഴിയില്ല.
പക്ഷെ ഇവർക്ക് സഹോദരൻ നഷ്ടപ്പെട്ടതിന്റെ വേദന 4 ദിവസവും കണ്ണിലെ കണ്ണുനീർ തോർന്നു പോകാതെ നഷ്ടത്തെ ഓർത്തു കരഞ്ഞപ്പോൾ 4-ാം ദിവസം അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ ബെഥാനി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ യേശു വന്നെത്തുവാനിടയായി മാറി. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: കാറ് പോയാൽ വേറൊരു കാറ് നമുക്ക് കിട്ടും, വീട് പോയാൽ മറ്റൊരു വീട് നമുക്ക് കിട്ടും, സ്നേഹിതന്മാർ പോയാൽ മറ്റൊരു സ്നേഹിതനെ നമുക്ക് കിട്ടും. പക്ഷേ രക്തബന്ധം നഷ്ടപ്പെട്ടാൽ മറ്റൊരു രക്തബന്ധത്തെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ വചനം ഇവിടെ ശ്രമിക്കുമ്പോൾ രക്തബന്ധങ്ങൾക്ക് എവിടെയെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, രക്തബന്ധങ്ങൾക്ക് കൂടപ്പറപ്പുകൾക്ക് എവിടെയെങ്കിലും അകലം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം അതിനെ വരക്കിട്ട് ഉറപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. അങ്ങനെ ഒരു ബന്ധം പുതിയതായി സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയായി മാറട്ടെ. ഈ പ്രസംഗം ഇന്ന് രാത്രികാല ഒരു ലാഘവത്തോട് കേൾക്കാതെ ഇന്ന് രാത്രികാല രക്തബന്ധങ്ങളെ ചേർത്തു പിടിക്കുന്ന രാത്രിയായി മാറട്ടെ. എന്റെ അമ്മ മരിച്ചുപോയപ്പോൾ നിങ്ങൾക്കൊക്കെ ഒത്തിരി മരണങ്ങൾ, നിങ്ങളുടെ കൂടപ്പിറപ്പുകള്, അതുപോലെ തന്നെ മാതാപിതാക്കള്, സ്നേഹിതന്മാരൊക്കെ കരുതുമ്പോ നിങ്ങളുടെ ജീവിതത്തേക്ക് നഷ്ടം വരുമ്പോൾ നമ്മളെല്ലാം കരയാറുണ്ട്. എന്നോട് വന്നിട്ട് പലരും പറഞ്ഞു, പാസ്റ്ററല്ലേ അങ്ങ് എന്ത് ചെയ്യണോ, നിങ്ങൾ ക്ഷമിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, വേദനകൾ പിടിച്ചടക്കണം. പക്ഷേ എങ്ങനെ കരയാതിരിക്കും? ഓർക്കുക, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായി ഓർക്കുക, മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പൊക്കെ ശനിയാഴ്ച ഔട്ടി ഞാൻ മീറ്റിംഗ് പോകും. ബാക്കിയുള്ള ദിവസങ്ങളിലെ എന്റെ അമ്മ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വഹിക്കുന്നത് പോലെ അവർക്ക് പരിപാലനത്തിനെയോ സംരക്ഷണത്തിനെയോ ആഹാരത്തിനും എല്ലാം കരുതൽ വെക്കുമ്പോൾ ഓർക്കുക, ജീവിതത്തിലെ പെറ്റതള്ള മാറ്റപ്പെട്ടു പോയപ്പോൾ ഇപ്പോഴാ മനസ്സിലായത് നഷ്ടം ജീവിതത്തിൽ തീരാ ദുഃഖമായി മാറും. പക്ഷേ ഇന്ന് രാത്രി സമൂഹം പറയും സാരമില്ല എന്ന് പറയും, സമൂഹം പറയും പറ്റിപ്പോയെന്ന് പറയും, സമൂഹം പറയും അമ്മ പോയാലും സഹോദരൻ പോയാലും ഞങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ഇന്ന് രാത്രികാലം പലരുടെയും ആശ്വാസവാക്ക് 2 സ്ത്രീകൾക്ക് ആശ്വാസമായി മാറിയില്ല. അവരുടെ ഹൃദയത്തിനകത്ത് വേദന നിറഞ്ഞു നിൽക്കുവാനിടയായി മാറി. ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ രക്ഷയിലേക്ക് വന്നതുകൊണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ആരാധിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ പലരെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെന്തക്കോസ്തി വന്നതുകൊണ്ട് ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ അവിശ്വാസികളായുണ്ട്. പലരും സമ്പർക്കം പുലർത്താറില്ല. അവരുടെ വിവാഹ കാര്യങ്ങളിലോ അതുപോലെ ഇവർക്ക് നല്ല നല്ല മംഗള കാര്യങ്ങളിൽ പലപ്പോഴും ഓർക്കുക, നമ്മൾ പലപ്പോഴും വിട്ടു നിൽക്കാറുണ്ട്. ആരാധന വിട്ട് ഓർക്കുക, വിവാഹത്തിന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, കയറി താമസത്തിന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഓർക്കുക, കളങ്കമില്ലാത്ത ആത്മീയ കാര്യങ്ങളല്ല, ഭൗതിക കാര്യങ്ങളിലൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയോ, പോകേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പോകുവാനിടയായി മാറണം. ഓർക്കുക, അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വേഗത്തിൽ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ സൺഡേയിൽ ഈ ആഴ്ച ഇവിടെ മീറ്റിങ്ങിന് വന്നായിരുന്നു. അദ്ദേഹത്തെ അമ്മയുടെ ആരാ മരിച്ചുപോയെ? കസിൻ ആരാണ്ട് കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മുമ്പത്താഴ്ചയായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ പറ്റും അല്ലേ? അതെവിടെയായിരുന്നു സാർ? തോട്ടയ്ക്കാട്. ഓർക്കുക, ആരാധന ഓർക്കുക മാറ്റിവെക്കുവാൻ കഴിയാത്തൊരു കാരണമായതുകൊണ്ട് ഇവിടുത്തെ ആരാധന കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് ഓർക്കുക, രക്തബന്ധങ്ങളുടെ നഷ്ടത്തെ ഓർത്ത് ഓർക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകുവാൻ ഒരു ആത്മീയ സഹോദരൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്കുക, ആ വീടിനുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാ. കാശ് കൊടുത്ത് സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ആൾബലത്തിൽ കുറക്കുക സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്, അവരുടെ കഷ്ടതയിൽ പങ്കുചേരുന്നത്, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അതിനുശേഷം പറയുകയാണ്, അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. നമ്മൾ കാണുന്ന ഭാഗം എങ്ങനെയാണ്? ഈ മരണ വീട്ടിൽ എത്രയോ വ്യക്തികളാണ് കടന്നു വന്നിരിക്കുന്നത്. ജനപ്രതിനിധികൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഓർക്കുക, സമൂഹത്തിലെ പഞ്ചായത്ത് മെമ്പറോ MLA യോ MP യോ അതുപോലെ ഓർക്കുക സഭയുടെ പാസ്റ്ററോ ഒക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ അവരുടെ മുമ്പിലൊന്നും ഈ 2 സ്ത്രീകൾ ഓർക്കുക, അവന്റെ കാൽക്കൽ ഓർക്കുക ഇരിക്കുവാനോ, അവന്റെ സന്നിധിയിൽ ഓർക്കുക കുമ്പിടുവാനോ അവരൊന്നും തയ്യാറല്ല. യേശുവിനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ എന്ത് ചെയ്തു? വീഴുവാനിടയായി മാറി.
ഓർക്കുക, മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം പരാതികൾ പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സഹോദരന്റെ നഷ്ടം ഞങ്ങൾക്ക് തീരാ നഷ്ടമായി മാറി. ഓർക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് എൻ്റെ മമ്മി മരിച്ചുപോയി, എൻ്റെ അമ്മ മരിച്ചുപോയി, പക്ഷേ ഓർക്കുക, എൻ്റെ അമ്മയ്ക്ക് പകരം 100 അമ്മ വന്നാലും അതുപോലെ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു മാതാവ്, ഒരു പിതാവ് അവർ ചെയ്യുന്നത് പോലെ മറ്റൊരാള് അറിഞ്ഞു ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു മരണം വീട്ടിൽ വന്ന നാട്ടുകാർക്കും അവർക്ക് സമൂഹത്തിനുമൊക്കെ ഒരു പരിധി വരെ വരാൻ പറ്റൂ. പക്ഷേ ഒരു രക്തബന്ധത്തിന് കിച്ചൺ തൊട്ട് സിറ്റ് വിട്ട് വരെ വരുവാൻ കഴിയും. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അവിടെ പരാജയങ്ങളും ന്യൂനതകൾ മനസ്സിലാക്കി ഓർക്ക് ഒരു വീഴ്ചകളും വരാതെ അത് കൃത്യമായി ചെയ്യുവാൻ കഴിയും. പക്ഷേ ഞാൻ ഇന്ന് രാത്രികാലം ഉയർത്തുന്നത് മനുഷ്യന്റെ മുമ്പിലല്ല അവർ വീണത്. അവർ ആരോഗ്യ അവർ യേശുവിന്റെ കാൽക്കൽ വീണു. അവർക്ക് മനസ്സിലായി മരിച്ചുപോയി എന്നുള്ള സത്യമാ, 4 ദിവസം നാറ്റമായി എന്നുള്ള സത്യമാ. പക്ഷേ ഇന്ന് രാത്രികാലം ഈ പ്രസംഗം ഇവിടെ വിളംബരം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: അവന്റെ കാൽക്കൽ ആര് വീണു കരയുവാൻ തയ്യാറാകുന്നതോ ഇന്ന് രാത്രികാലം ജീവനില്ലാത്തതിനെ, ചത്തതിനെ ചലിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം മൗനതയോടെ ഇരിക്കരുത്. എന്റെ ദൈവത്തിന് ഇന്ന് രാത്രികാലം അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അടുത്ത ഭാഗം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൾ കരയുന്നതും 33-ാം വാക്യം, അവൾ കരയുന്നതും അവളോട് കൂടെ കരയുന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളനൊന്ത് കലങ്ങി. ഓർക്കുക, ഈ യേശുവിന് ഇവരുടെ വേദന മനസ്സിലാക്കി, അവര് കൂവുന്ന ബാധ നല്ലവണ്ണം മനസ്സിലാക്കി. ഓർക്കുക, അവരുടെ ഒരാളായി യേശു അവർ കരഞ്ഞപ്പോ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ഓർക്കുക, അകത്തെ വലിയ വിശ്വാസമാണ്, അകത്തെ വലിയ ഭാരമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് അവരുടെ വേദനയുടെ ഒപ്പം ഓർക്കുക, അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ കർത്താവ് പങ്കായി. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എങ്ങനെയാണ്: ഹനനയാഗം ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി നാം ഇവിടെ ആരാധിക്കുമ്പോൾ, നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക, ഹൃദയത്തിനകത്തെ ഏതെങ്കിലും വേദനയോടെ, ഭാരത്തോടെ, നഷ്ടത്തോടെ ജീവിതത്തിൽ ആരെങ്കിലും ഇന്ന് രാത്രികാലം മുറിവേറ്റവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ മുറിവിനെ കെട്ടുവാ. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഇന്ന് രാത്രികാലം പരിഹാരം തരുവാ നാം സേവിക്കുന്ന കർത്താവിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, യേശു ഇന്ന് രാത്രികാലം നമ്മുടെ വേദനകളെ കണ്ട് അവർ നമ്മളെ സൗഖ്യമാക്കുന്ന നല്ല കർത്താവാണ്. ജീവിതത്തിന്റെ മേഖലകളിൽ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയോ, മുറിവുകളെ കെട്ടുവാൻ ലോകത്തിലെ ഒരു വൈദ്യനും കഴിയില്ല, ഒരു ഹോസ്പിറ്റലിനും കഴിയത്തില്ല. പുറത്തെ ശരീരത്തിന് എന്തെങ്കിലും മുറിവ് സംഭവിച്ച നല്ല ഡോക്ടർമാരും നല്ല മെഡിക്കനേഴ്സുമാരുണ്ടെങ്കിൽ പുറത്തെ മുറിവുകളെ ഇവർ തുന്നിക്കെട്ട് മെഡിസിൻ വെച്ച് സൗഖ്യത്തോടെ നമ്മുടെ പുറത്തു വിടും. പക്ഷേ ഹൃദയ മുറിവിനെ കെട്ടുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവസന്നിധി മാത്രമാണ്. ഇന്ന് രാത്രികാലം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകൾക്കും, എല്ലാ മുറിവുകൾക്കും, എല്ലാ ചോദ്യ ചിഹ്നങ്ങൾക്കും, നാം അനുഭവിക്കുന്ന എല്ലാ പെയിനുകൾക്കും ഇന്ന് രാത്രികാലം സൗഖ്യമാക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, രക്തബന്ധങ്ങൾ നമ്മൾ എപ്പോഴും ഊട്ടിയുറപ്പിക്കണം. എന്റെ മെസ്സേജുകളെല്ലാം വ്യത്യസ്തമാവുന്ന തലത്തിലാണ് ഞാൻ ചെയ്യാറുള്ളത്. രക്തബന്ധങ്ങൾ എപ്പോഴും നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അതിന് ഏറ്റവും വലിയ തെളിവാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ. തന്റെ സഹോദരന്റെ മകനായിരിക്കുന്ന ലോത്ത് പാപനിമിത്തം ഓർക്കുക, പാപത്തിൽ കണ്ട് ഓർക്കുക, ആ കുടുംബം ഓർക്കുക, സന്തോഷിച്ചു പോകുമ്പോ ദൈവം ദൂതൻ പറഞ്ഞു വന്ന് പറയുകയാണ്, ദൈവം പറയുകയാണ്, അബ്രഹാമിനോട് പറയുകയാണ്, സോതോമോരുടെ ഭക്ഷണത്വം എനിക്ക് സഹിക്കുവാൻ കഴിയത്തില്ല, ആ ദേശത്തിന്റെ പാപം എനിക്ക് സഹിക്കുവാൻ കഴിയത്തില്ല, ആ ജനത്തെ
ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു 50 നീതിമാന്മാരുണ്ടെങ്കിൽ യഹോവ നശിപ്പിക്കുമെന്ന് ചോദിച്ച് കർത്താവ് പറഞ്ഞില്ല, 50 പേരെ ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. അത് 40ലേക്ക് കുറഞ്ഞ്, അത് 30ലേക്ക് കുറഞ്ഞ്, അത് 10ലേക്ക് വന്ന് ലാസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സോദോം ഗൊമോറയെ നശിപ്പിക്കുമെന്ന് ചോദിച്ചു. സോദോം ഗൊമോറ താല്പര്യമുണ്ടായിട്ടില്ല. തന്റെ സഹോദരന്റെ മകനാ അവിടെ കിടപ്പുണ്ട്, അവൻ നശിച്ചു പോകുമ്പോൾ ദൈവകോപം അവനിൽ വന്ന് ഭവിക്കുമ്പോൾ എന്റെ രക്തബന്ധത്തിൽ ഒരു തലമുറയാകുമ്പോൾ എനിക്കത് സഹിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥനാൻ എന്നുകൊണ്ട് ചോദിക്കുക. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക, അബ്രഹാം ചിന്തിച്ചപ്പോഴേ എനിക്കും സാറായിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ചത്തു അത് എനിക്കറിയേണ്ടെന്നല്ല അവൻ പറഞ്ഞത്. അബ്രഹാം പറഞ്ഞ് എന്റെ സഹോദരന്റെ രക്തം എന്റെ രക്തമാ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് നല്ല പ്രത്യാശയുണ്ട്, എന്റെ വേദന മറ്റുള്ളവന്റെ വേദനയാ, എന്റെ ഭാരം മറ്റുള്ളവന്റെ ഭാരമാ, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലെ വിധകൾ കഷ്ടതകൾ മറ്റൊരു കുഞ്ഞിന് വരുമ്പോൾ അതെന്റെ ജീവിതത്തിലെ കഷ്ടത എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാ? അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, പലരായിരിക്കുന്ന നാം ഒരു അപ്പത്തിന്റെ അംശി. ഒരു അമ്മ പ്രസവിച്ചില്ലെങ്കിലോ, ഒരു അപ്പന്റെ രക്തത്താൽ നാം ജന്മമെടുത്തില്ലെങ്കിലും ഓർക്കുക, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കല്ല രണ്ടപ്പനല്ല, നമുക്കെല്ലാം ഒരപ്പനാണ്. ലോകത്തിലെ അപ്പനോ അമ്മയോ മരിച്ചു പോയാല് മരിക്കാത്ത ഒരു നല്ല അപ്പൻ തലയ്ക്ക് മീതെ ഉണ്ട്. അതുകൊണ്ട് ഈ രാത്രിക്കാലം തിരിച്ചറിയുക, എന്റെയും നിങ്ങളെ ഈ രാത്രിക്കാലോ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് അബ്രഹാം ചോദിച്ചത്, ഒരു നീതിമാനുണ്ടെങ്കിലും, ഒരു നീതിമാനെങ്കിലും സോദോം ഗൊമോറയിലുണ്ടെങ്കിൽ എന്റെ ദൈവമേ നീ നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ഓർക്കുക, അവിടെ ഒരു വ്യക്തി പോലും ഇല്ലാതിരിക്കുമ്പോൾ സഹോദരന്റെ മകൻ വരെ പാപത്തിന് അഡിക്റ്റായി മാറിയപ്പോൾ ഓർക്കുക, പ്രാർത്ഥനയും ആരാധനയും എന്തെന്ന് നല്ലവണ്ണം അറിയാത തന്റെ സഹോദരൻ ലോത്തിനെ ഓർത്ത് അബ്രഹാം പറഞ്ഞപ്പോൾ ഓർക്കുക, ലോത്ത് അബ്രഹാമിന്റെ കൂടെ നടന്നത് കൊണ്ട് പാട്ടും പ്രാർത്ഥനയും നല്ലവണ്ണം അറിയാം. അപ്പനറിയത്തില്ലെങ്കിലും ഓർക്കുക, അബ്രഹാമിന്റെ കൂടെ നടന്നത് കൊണ്ട് കുറച്ചു നാള് കൂടെ നടന്നത്, വർഷങ്ങൾ കൂടെ നടന്നത്, ഒരു കാലഘട്ടത്തിൽ സമൃദ്ധി വന്നപ്പോൾ ഓർക്കുക, പച്ചപ്പും അതുപോലെ തന്നെ നീരോട്ടമുള്ള സ്ഥലങ്ങൾ ഓർക്കുക, അവർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവർ ഒന്നിച്ചു നടന്നവരാ. പക്ഷേ സൊദോം ഗൊമോറയിൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു? സൊദോം ഗൊമോറയിൽ ആരാധനയില്ലാത്തവനായി മാറി, പാപത്തിന് അഡിക്റ്റുള്ളവരായി മാറി. ഓർക്കുക, അവിടെയുള്ള വ്യക്തിയോടൊപ്പം ഇവനും ചലിക്കുവാനിടയായി മാറി. പക്ഷേ ഞാനൊന്ന് പറയാ, അബ്രഹാം പ്രാർത്ഥിച്ച, അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചത്, എന്റെ സഹോദരനായിരിക്കുന്ന ലോത്തുണ്ട്, അവൻ പാപത്തിൽ വീണെന്നുള്ള സത്യമാ, എനിക്കത് അറിയത്തില്ലായിരുന്നു. ഒരു നീതിമാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുത്തൻ പോലും ഇല്ലാതിരിക്കുമ്പോൾ അവരെ പോലെ വിപുലമായപ്പോൾ എന്നെ ഓർത്ത് എന്റെ സഹോദര മകനായിരിക്കുന്ന ലോത്തിനെ ദൈവം വിടുവിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രിക്കാലം നിന്റെ തലമുറകൾ വഴിതെറ്റിപ്പോയാല്, നിന്റെ രക്തബന്ധങ്ങൾ വഴിതെറ്റിപ്പോയാല്, നിന്റെ കൂടപ്പിറപ്പുകൾ വഴിതെറ്റിപ്പോയാല്, ഇന്ന് രാത്രിക്കാലം അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് കരയുവാൻ തയ്യാറായാൽ നിന്നെ ഓർത്ത് ദൈവം അവരെ വിടിവിപ്പാനിടയായി മാറും. അതാണ് രക്തബന്ധങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത്. അതാർക്കും അടർത്തുവാൻ കഴിയില്ല, അതാർക്കും മാറ്റി നിർത്തുവാനും കഴിയില്ല. ഓർക്കുക, ആ ബന്ധങ്ങൾ ഭൂമിയിൽ നഷ്ടപ്പെടുമ്പോൾ, ആ ബന്ധങ്ങൾ ഭൂമിയിൽ ഇല്ലാതായി മാറുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദന ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഒരു ആശ്വസിപ്പിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ 4 ദിവസവുമായിട്ട് ഈ 2 സ്ത്രീകളുടെ കണ്ണുനീർ തോർന്നിട്ടില്ല.
രണ്ട് സ്ത്രീകളുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. അനുശോചനം പറയുന്നവരുമൊക്കെ വന്ന് സാരമില്ല, കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഒരു ബ്രദർ പോയാലും കുഴപ്പമില്ല, 100 കണക്കിന് ബ്രദർമാരുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിച്ചവരും ആ ആശ്വാസം അവർക്ക് തൃപ്തിയായി മാറിയില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, അവരുടെ കണ്ണുനീര് വറ്റിയത് ഒരുവന്റെ മുമ്പിലാണ്. ബെഥാനി എന്ന ഗ്രാമത്തിൽ 33 തിരുവയസ്സുള്ള യേശു സ്റ്റെപ്പ് വെച്ച് വന്നപ്പോൾ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളത്, വിടിവിക്കുവാൻ കഴിവുള്ളത്, അകത്തോട്ട് വലിച്ച ശ്വാസം നിലച്ചു പോയവനെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളത്, അത്ഭുതത്തിന്റെ ദൈവം ആ കൂടാരത്തിനകത്ത് വന്നപ്പോൾ അവളോട് പറയാൻ, നീ കരയണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി, നിനക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ ഞാൻ ശക്തനാണെങ്കിൽ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർ കുറപ്പുണ്ട്? ഇന്ന് രാത്രികാലം മാനുഷിക വാക്കല്ല എനിക്ക് ആശ്വാസം തരുന്നത്, എന്റെ യേശു തന്നെ എന്റെ വീട്ടിൽ വരണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഓർക്കുക, ആരെല്ലാം വന്നാലും, ഓർക്കുക, പ്രധാനമന്ത്രി തൊട്ട് അതുപോലെ തന്നെ ഓർക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് വരെ, ലോക്കൽ വ്യക്തികൾ വരെ വന്നാലോ യേശുവിന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ഈ ലോകത്തിലെ പ്രതിനിധി നിന്റെ വീട്ടിൽ കയറിയില്ലെങ്കിലോ ഇന്ന് രാത്രികാല ഉലകത്തെ സൃഷ്ടിച്ച യേശുനാഥൻ നിന്റെ വീടിന്റെ അകത്ത് സ്റ്റെപ്പ് വെക്കുവാൻ തുടങ്ങിയ, യേശു നിന്റെ വിഷയത്തിൽ സംസാരിക്കുവാൻ തുടങ്ങിയ, യേശു നിന്റെ വിഷയം കൈകാര്യം ചെയ്യുവാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രികാലോ നിന്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റുക, നിന്റെ വേദനകളെ അവൻ ഇല്ലാതാക്കി മാറ്റുക. നീ അനുഭവിക്കുന്ന വേദനകളെ ഇന്ന് രാത്രികാലം ആശ്വസിപ്പിക്കുക. ഒരു നല്ല കർത്താവിന്റെ കരം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓർക്കുക, അവർ ഓർക്കുക, എല്ലാവരും പറഞ്ഞ വാക്ക് തന്നെയാ യേശു പറഞ്ഞത്. അവരോടൊപ്പം കരഞ്ഞു. യഹൂദന്മാർ വന്നവരെ അവരെ ആശ്വസിപ്പിച്ചു. യഹൂദന്മാരുടെയും ഓർക്കുക, ഈ 2 സ്ത്രീയുടെ കരച്ചിൽ കണ്ടിട്ട് യേശുവിന്റെ കണ്ണ് നിറഞ്ഞു. ഒരു ക്രൂരനായ ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ദൈവത്തെ നമുക്കറിയാം. ആ ദൈവത്തിന് ഹോമങ്ങളും ബലികളും ഒക്കെ അർപ്പിക്കുമ്പോൾ ഓർക്കുക, അത് പക്ഷികളാകട്ടെ, അത് മൃഗങ്ങളാകട്ടെ, അത് വ്യക്തികളാകട്ടെ, നരഭോജികളെ വരെ ഓർക്കുക, ദൈവത്തിന് മുമ്പിൽ കുരുതി കൊടുക്കുന്ന നാടുകളുണ്ട്. അതിലൊക്കെ ഓർക്കുക, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിതാവ്, ഒരു സൃഷ്ടി കടന്ന് രക്തത്തിൽ കടന്ന് കുളിക്കുമ്പോ ഓർക്കുക, കയ്യിലിരിക്കുന്ന ഈ ആയുധങ്ങളെ കൊണ്ട് രക്തം ചീന്തുവാൻ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ രക്തം ചീന്തി ഓർക്കുക, സൃഷ്ടി കടന്ന് പടയുമ്പോൾ മറ്റൊന്ന് സന്തോഷിക്കുമ്പോൾ എന്റെ ദൈവം അങ്ങനെ രക്തക്കൊതിയനല്ല. നിന്റെ കണ്ണുനീർ കാണുമ്പോ തന്നെ ഇന്ന് രാത്രികാലം നിന്നോട് മനസ്സറിയുന്ന, ഇന്ന് രാത്രികാലം ഒരു നല്ല കർത്താവുണ്ട്. അവൻ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, നിന്റെ കണ്ണുനീരിന്റെ വേദന അവൻ ഇന്ന് രാത്രികാലം മനസ്സിലാക്കുന്ന കർത്താവാണ്. ഈ കണ്ണുനീരിന്റെ വേദനയൊക്കെ എന്ന് പറയുന്നത് നമുക്കതിനൊന്നും അളവുകോല് പറയാൻ പറ്റില്ല. ലോകത്തിലെ ലാബിലേക്ക് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റിന് കൊടുത്ത കൃത്യമായി കണക്കിൽ നമുക്ക് കാര്യങ്ങൾ തരും. യൂറിനോ, ബ്ലഡോ, മോഷനോ, കഫമോ, എന്ത് ടെസ്റ്റിന് നമ്മൾ കൊടുത്താലോ അതിന്റെ എല്ലാ ഓർക്കുക കാര്യങ്ങളെ, ഏറ്റക്കുറവുകളൊക്കെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ റിസൾട്ടോട് അടിച്ച് മിടുക്കി പിമ്പിളാരവർക്ക് നമ്മുടെ കയ്യിൽ റിസൾട്ട് തരും. പക്ഷേ ഒരു കണ്ണുനീരൊരു ഡെപ്പിക്കകത്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററിന്റെ കണ്ണീനീരാ, ഞങ്ങളുടെ സഭയിലെ വിശ്വാസിയുടെ കണ്ണീനീരാ, കോട്ടയത്ത് വരുന്ന വ്യക്തിയുടെ കണ്ണീനീരാ, ഇവര് ഇന്നലത്തെ മീറ്റിങ്ങിനൊക്കെ വലിയ കരഞ്ഞു, മെസ്സേജ് കൊടുത്തപ്പോൾ അവരെ പരിസരം മറന്ന് അവരെ കണ്ണുനീര് വാരി എറിഞ്ഞ്, എന്താ വിഷയമെന്ന് അറിയില്ല, ചോദിച്ചിട്ട് കാര്യം പറയത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് രാവിലെ 10 മണിക്ക് ഇതിന്റെ റിസൾട്ട് തരണമെന്ന് പറഞ്ഞാൽ അവര് പറയൂ, കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാഭല്ല, കണ്ണുനീര് ചെയ്യുന്ന ഒരേ ഒരു ലാഭമുണ്ടെങ്കിൽ അത് ദൈവസന്നിധി മാത്രമാ. ഇന്ന് രാത്രി നീ കരയുമ്പോ, ഇന്ന് രാത്രികാലം നീ വേദനയോടെ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവർ മുമ്പിൽ നീ ചിരിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം നിന്റെ മാനസിക നില മനസ്സിലാക്കുവാൻ കഴിയാതെ, നീ കടന്നു പോകുന്ന സാഹചര്യം മനസ്സിലാക്കുവാൻ കഴിയാതെ, ഇന്ന് രാത്രികാലം ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിന്റെ ചുറ്റുപാട് അറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രികാലം നിന്റെ കണ്ണുനീര് കണ്ട് നിനക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്.
അതുകൊണ്ട് ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക, നമ്മുടെ കണ്ണുനീരിനെ അവൻ ഇന്ന് രാത്രികാലം മറികടന്നു പോകാത്ത കണ്ണീർ കർത്താവാണ്. അതിനെ കണ്ടുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കണ്ണുനീർ മാറി വേദനകൾ എന്ന് തീരുമോ. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് സ്തുതിക്കാം. ആ പാട്ടിന്റെ വരികൾ ഇന്നിങ്ങനെയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്. കണ്ണുനീർ അധികം കാണത്തില്ല, വേദനകൾ അധികം കാണത്തില്ല, നഷ്ടങ്ങൾ അധികം കാണത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ കുറിപ്പുണ്ട്. യേശുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ ജോലി സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ തലമുറയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രികളിൽ നീ കടന്നുപോയ അർദ്ധരാത്രി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ആശ്വസിപ്പിക്കുവാൻ ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ വീടിനെ ലക്ഷ്യമാക്കി അവൻ ഇന്ന് രാത്രികാലം നടന്നു വരുന്ന രാത്രിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ചേർന്ന് പാടുവാൻ കഴിയോ? എന്റെ കണ്ണിന് അധികം നാൾ നിൽക്കില്ല, എന്റെ വേദനകൾ അധികം നാൾ നിൽക്കില്ല, ഇതിനെല്ലാം ഒരു അറുതിയുണ്ട്. ഇന്ന് രാത്രികാലം പ്രത്യാശയോ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുന്നു. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുന്നു. നിന്നകൾ മാറി നല്ല ദീനം എന്നു കാണുന്നു. നിന്നകൾ മാറി നല്ല ദീനം എന്നു കാണുന്നു. പ്രയാസങ്ങൾ ഏറിടുമ്പോൾ വീട്ടി പോകുന്നു. പ്രയാസങ്ങൾ ഏറിടുമ്പോൾ വീട്ടി പോകുന്നു. യാത്ര ഞാനൊരു അന്യനല്ലോ യാത്ര മാറി വേദനകൾ കരം കിട്ടി കാമനാവേ യേശുനായക. കരം കിട്ടി കാമനാവേ യേശുനായക. മാറി വേദനകൾ
അവരുടെ ജീവിതത്തിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുമ്പോൾ സഹോദരൻ മരിച്ച വേദനക്കാട്ടി അപ്പുറമാണ് സമൂഹത്തിൽ നിന്നുള്ള കുത്തുവാക്ക്. ഓർക്കുക, യേശു വള്ളപ്പം യേശുവിന്റെ കൂടെ നടന്നു, വീട്ടിൽ ഒത്തിരി പ്രാർത്ഥന നടത്തി. ഓർക്കുക, ആ ദേശത്ത് യേശുവിന്റെ നാമത്തെ ഉയർത്തി. പക്ഷേ രോഗം അറിയിച്ചിട്ടും വന്നില്ല. ഓർത്താട്ടെ, ആ വീട്ടുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് ഓർത്താട്ടെ. ഒരു വിശ്വാസി സഭയിൽ ഓർക്കുക, രോഗിയായി കിടക്കുമ്പോൾ രോഗം അറിയിച്ചിട്ട് പാസ്റ്റർ വന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് പാസ്റ്ററെങ്കിലും വിടണ്ടേ? പക്ഷെ വിട്ടില്ല. പക്ഷെ അത് നമുക്കങ്ങ് ക്ഷമിക്കാം. പക്ഷേ മരണം അറിയിച്ചിട്ട് വന്നില്ല. പക്ഷെ സ്ഥലത്തില്ലെങ്കിൽ UK-യിലോ അമേരിക്കയിലാണെങ്കിൽ സമ്മതിക്കാം, വിദേശ പരിഗണനത്തിന് പോയതാ. പക്ഷെ ഓർക്കുക, 2 മൈൽ ദൂരത്തുണ്ടായിട്ടും, യെരുശലേമിൽ ഉണ്ടായിട്ടും, ബെഥാനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2.5 മണിക്കൂർ മതി. പക്ഷേ വന്നില്ല. ഓർക്കുക, ആ മരണ വീട്ടിൽ വന്നപ്പോൾ ഓർക്കുക, മാർത്തയും മറിയയും ചെന്നിട്ട് നാട്ടുകാർ അന്വേഷിച്ചത് ഓർക്കുക, സാരമില്ലെന്നല്ല പറഞ്ഞത്, യേശു വന്നോന്നാ ചോദിച്ചത്. ഓർക്കുക, വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ. വിശ്വാസത്തിന് പിന്മാറാൻ മറ്റൊന്നും വേണ്ട. ഓർക്കുക, വിശ്വാസത്തിന് പിന്മാറാൻ വേറെ ഒരു കാരണം വേണ്ട. മരണം അറിയിച്ചിട്ട് വന്നില്ല. ഇനി അന്ന് വന്നില്ലെങ്കിൽ രാത്രിയിലെങ്കിലും വരണ്ടേ? രാത്രിയിലും വന്നില്ല. 4-ാം ദിവസം വന്നപ്പോൾ ആ സ്ത്രീകൾ നമ്മൾ വെച്ച്, ഞാനാണെങ്കിൽ നീ ഒന്നെങ്കിൽ ഡോർ അടയ്ക്കും, ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഓർക്കുക, 4-ാം ദിവസവും മനസ്സുമടിക്കാതെ അവന്റെ കാൽക്കലിരിക്കാൻ അവർക്കൊരു മനസ്സ് കാട്ടിയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, മനസ്സ് തളരാതെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവത്തിൽ വിശ്വാസം ത്യജിച്ചു കളയാതെ, വിശ്വാസം എനിക്ക് വേണ്ടെന്ന് പറയാതെ ഇന്ന് രാത്രികാലം മാറിപ്പോകുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം അടിയുറച്ച് വിശ്വസിക്കണോ, എന്നെ വിളിച്ച കർത്താവ് വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. അവൻ വയ്യാലും സാരമില്ല, എനിക്കതിൽ ഇന്ന് രാത്രികാലം വലിയ പ്രതീക്ഷയുണ്ട്. അവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. എന്റെ സഹോദരൻ തിരികെ വരുമോ, എന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് യേശുവിൽ എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് ആ മാർത്തയും അറിയോ യേശുവിന്റെ കാൽക്കലിരിക്കുവാൻ തയ്യാറായി. അതാണ് യേശുവിനെ രുചിച്ചറിയണം, യേശുവിനെ നമ്മൾ മനസ്സമാക്കണം. ഓർക്കുക, അങ്ങനെയൊക്കെ നമ്മളൊരു പ്രാർത്ഥന വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുമോ? ഇല്ലിരിക്കില്ല. നമ്മൾ പറയും, ഇനി പ്രാർത്ഥനയും പരിപാടിയൊക്കെ വേണ്ട, ഈ പഞ്ചായത്ത് കയറിയൊക്കെ എന്ന് പറയും അല്ലേ? നമ്മൾ പറയും പഞ്ചായത്ത് കയറുന്ന പറഞ്ഞ പാസ്റ്ററോട്. പക്ഷെ ഓർക്കുക, അവർ കാൽക്കലിരിക്കുവാൻ തയ്യാറായി. പക്ഷേ കാൽക്കലിരുന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലെന്നു. പക്ഷെ അതിന് മറ്റൊരു അർത്ഥത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യമാണ്, നീ ഇപ്പോ ഇവിടെയുണ്ട്. മരിച്ചവന് പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാ, ഇന്നലത്തെ അവസ്ഥയല്ല ദൈവത്തിന് ആവശ്യം, കഴിഞ്ഞ ആഴ്ചത്തെ അവസ്ഥയല്ല ദൈവത്തിന് ആവശ്യം. ഇപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് നിന്റെ കുടുംബത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവത്തിന്റെ കരം നിന്റെ തലമുറയിലുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം നിന്നെ വിടുവിക്കുവാ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രികാലം തുറന്നു പറ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, നഷ്ടപ്പെട്ട എന്റെ സഹോദരനെ ഇന്ന് രാത്രി തിരികെ കൊണ്ടുവരുന്ന രാത്രിയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഓർക്കുക, ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയ, ലാസർ വരുവോ വരികയില്ലെന്ന് അവർ ചിന്തിച്ചത്. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ബെഥാനിയിൽ തന്നെ ഒരു ഉയർപ്പ് നടക്കും. അതൊരു മറ്റൊരു വീട്ടിലല്ല, എന്റെ വീട്ടിൽ തന്നെ, എന്റെ സഹോദരന്മേൽ തന്നെ ഒരു വലിയ വിടുതൽ നടക്കുമെന്ന് അവർ വിശ്വാസം വിളിച്ചു പറയുകയാണ്. അതാണ് വിശ്വാസം, അതാണ് പ്രത്യാശ.
അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവനെ വെച്ചത് എവിടെയാ? ആ സഹോദരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ ഓർക്കുക, കല്ലറയിലാണ് ഞങ്ങൾ കൊണ്ടുവച്ചത്. യേശുവേ, അവനെ ഞങ്ങൾ വെച്ചു, പക്ഷേ 4 ദിവസമായി നാറ്റം വെച്ചു. പക്ഷെ ഓർക്കുക, യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പിന്നെ നമ്മൾ കാണുന്നത് യേശുവിനെ ഓർക്കുക, 3 പേര് യേശുവിനെ, ഈ മാർത്തിയും മറിയയും ഓർക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ഓർക്കുക, ശവകുടീരത്തിന് മുമ്പിലാണ്. പക്ഷെ ശവടക്കിന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഓർക്കുക, ശവടക്കിന് അടക്ക് വലിയ ഗംഭീരമായി നടക്കി. പക്ഷെ ഇവർക്ക് വിശ്വസിക്കുവാൻ ആ പട്ടണത്തിൽ 2 പേരെ ഉള്ളായിരുന്നു. യേശു ബേഥാനി എന്ന ഗ്രാമത്തിൽ വന്നപ്പോൾ രാത്രിയിലല്ല വന്നത്, ഓർക്ക പകലാ വന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരും വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യൻ ഈ പട്ടണത്തിൽ വരുമ്പോൾ ഈ മനുഷ്യനെ പിടിച്ചു കെട്ടണം, ഇനി സുവിശേഷമായി അത്ഭുതമായി ഈ പഞ്ചായത്തിൽ കാണലെന്ന് പറഞ്ഞ് ഓർക്കുക, എല്ലാ ഡോറുകളും അതുപോലെ തന്നെ എല്ലാ കിളിവാതിലും തുറന്നിട്ട് ആ ബേഥാനി എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ യേശു വരുന്നത് നോക്കി നിൽക്കുക. പക്ഷെ ഓർക്കുക, യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് യേശുവിന്റെ പുറകെ പോയാൻ 2 സ്ത്രീകൾ മാത്രം. ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, യേശുവിന്റെ കൂടെ പോകാൻ ആളില്ല. യേശു പറയുന്നത് പോലെ അനുസരിക്കുവാൻ തയ്യാറാവുക. ഇന്ന് രാത്രിക്കാലം അത്ഭുതങ്ങൾ നടക്കും. നടന്നുപോയ പാത എന്ന് പറയുന്നത് കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് ഓർക്ക കണ്ണുനീര് വാരിയെറിഞ്ഞ സ്ഥലത്തൂടെയാ, തല താഴ്ത്തി പിടിച്ച സ്ഥലത്തൂടെയാ, കുറ്റം പറയുവാൻ മറ്റുള്ളവർ മാറി എന്ന് വിമർശിച്ചവരുടെ കൂടെയാണ് ആ പഞ്ചായത്തിൽ ആ വഴിയിലൂടെ ഒരു അത്ഭുതം കാണുവാൻ കടന്നുപോയത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, നീ കരഞ്ഞ ഇടത്ത്, നീ തലകുനിച്ച ഇടത്ത്, നാളെ തലമുറയെ എങ്ങനെ വളർത്തുമെന്ന് ചിന്തിച്ച ഇടത്ത്, മറ്റുള്ളവർ മാറ്റി നിർത്തിയതിടത്ത് തന്നെ ഇന്ന് രാത്രിക്കാലം യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തന. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്, എത്ര പേർക്ക് നല്ല പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രിക്കാലം അവൻ എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി എന്റെ കർത്താവ് വിടുതൽ തരുന്ന രാത്രിയാ. ഇന്ന് രാത്രി എന്റെ യേശു എന്റെ വിഷയം ഏറ്റെടുക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വലിയത് ചെയ്യുന്ന രാത്രിയാ. അങ്ങനെ ഇന്ന് രാത്രിക്കാരെ തിരിച്ചറിയുക, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു രാത്രിയാ. നമുക്കറിയാം, ആളൂർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ നമുക്കറിയാം. ആ മനുഷ്യൻ മരിച്ചുപോയി. സൗമ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നമുക്കറിയാം. വിവാഹ പ്രായമായപ്പോൾ ഓർക്കുക, തന്റെ വിവാഹത്തിനുള്ള ക്രമീകരണ തന്നെ കാണുവാൻ ഒരു വരൻ വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഓർക്ക വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക്, ഒറ്റയ്ക്കനായിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ കടന്നു പിടിച്ച് ഓർക്കുക, എന്നേക്കുമായ ലോകത്തിൽ നിന്ന് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ ആ കേസ് ഏറ്റെടുത്തത് ആളൂർ എന്ന് പറഞ്ഞ അഡ്വക്കറ്റാ. ആളൂർ എന്ന് പറയുന്ന ഒരു അഡ്വക്കറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർക്കുക, വാദി വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്, ഭയപ്പെട്ടായിരിക്കുന്നത്. മറ്റൊരു അഡ്വക്കറ്റ് കേസ് എടുത്താൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ആളൂർ ഒരു കേസ് കൊണ്ട് കോടതിയിൽ കയറിയ അവൻ ജയിക്കാതെ പുറത്തു വരത്തില്ലെന്നുള്ള വലിയ ചിന്തയായിരിക്കുന്ന ഇരയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഓർക്കുക, ഗോവിന്ദചാമിക്ക് ഭയങ്കര സന്തോഷമാ. കൊലക്കയറി നിന്ന് എന്റെ യജമാനൻ ഊരിവിട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഒരു പ്രതിക്ക് ഇത്രമാത്രം ആളൂർ എന്ന് പറഞ്ഞ അഡ്വക്കറ്റിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ വീട്ടിൽ വന്ന് ഇന്ന് രാത്രിക്കാലം എത്ര വലിയ വിശ്വാസം ഉണ്ടാകണോ. ഇന്ന് രാത്രിക്കാലം എന്റെ യേശു ഏറ്റെടുത്ത കേസ് ഒന്നും തോറ്റുപോയിട്ടില്ല. എന്റെ യേശു ഏറ്റെടുത്ത വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതായി മാറിയിട്ടില്ല. അവൻ കുരുടനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ സൗഖ്യമായിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രിക്കാലം മുടന്തനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മുടന്ത് മാറിയിട്ടുണ്ട്. അവൻ കുഷ്ഠരോഗിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന് കുഷ്ഠം മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം അവൻ മരിച്ചവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ ഉയർത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയ ഒരു നഷ്ടത്തിന്റെ രാത്രിയല്ല, ഇന്ന് രാത്രിക്കാലം ഒരു ഉയർപ്പിന്റെ രാത്രിയാണ്. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ഓർക്കുക, ആ ഒരു നല്ല ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. ഓർക്കുക, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ദിവസമായി നാറ്റം വെച്ചു. പക്ഷെ അതൊരു പൊട്ട വാക്ക് പോലെ നമുക്കങ്ങ് തോന്നാം. ഈ ദൈവമല്ല, ഞാൻ ഇന്ന് ചർച്ച പ്രസംഗിച്ചപ്പോഴും മറ്റൊരു ഭാഗത്തെ കുറിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പൊട്ട വാക്ക് പറഞ്ഞാൽ ദൈവം അത് ഏറ്റെടുക്കും എന്നുള്ളതാ.
അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേരും യേശു ഓർക്കുക, ആ കല്ലറയിലേക്ക് ചെല്ലുക. പക്ഷെ തിരിച്ചു വന്നത് 3 പേരുമായിട്ടല്ല, ഓർക്ക പരാജയപ്പെട്ടല്ല വന്നത്, 4 പേരുമായി. ഓർക്കുക, കരഞ്ഞ ഇടത്ത്, തല കുനിച്ച ഇടത്ത്, ഏതൊക്കെ വഴിയിലൂടെ ഓർക്കുക ആ 2 സ്ത്രീകളെ അപമാനിച്ചത്, അതേ പട്ടണത്തിൽ 3 പേരുമായി ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കല്ലറ ചെന്നപ്പോൾ തിരികെ വന്നത് 4 പേരുമായെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രി കാണാത്ത ചിലത്, ചീഞ്ഞു പോയത്, ദുർഗന്ധ ഭവിക്കുന്നത് ഇന്ന് രാത്രിക്കാലം പുറത്തു വരത്തില്ലെന്ന് ലോകം പറയുമ്പോൾ ഇന്ന് രാത്രിക്കാലം അകത്ത് യേശുവുള്ള ഒരു വ്യക്തിക്ക് നല്ലവണ്ണം അറിയാം, ഒരു കല്ലറയ്ക്ക് ഇന്ന് രാത്രിക്കാലം ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. എന്റെ യേശു ഇന്ന് രാത്രിക്കാലം അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കല്ലറ കൊണ്ട് അവസാനിക്കുന്ന നല്ല വിശ്വാസം. രോഗം വരുമ്പോഴും മരണം വരുമ്പോഴും കഷ്ടതകൾ വരുമ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിലെ പ്രത്യാശ കല്ലറ കൊണ്ട് തീരുകയില്ല. ഞാനൊന്ന് പറയാ, വാഗ്ദത്തമുള്ളവനെ ടിപ്പറ കയറ്റി എന്ന് പറഞ്ഞാല്, വാഗ്ദത്തമുള്ളവനെ ഇതിനെ കത്തിക്ക് മലപ്പുറം കത്തിക്ക് കുത്തി മലർത്തിയാല്, വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാല്, നിന്നിലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാല കല്ലറ പൊളിച്ചു നീ പുറത്തു വരൂ, കാരാഗ്രഹം പൊളിച്ചു നീ പുറത്തു വരൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രിക്കാലോ ഒരു കല്ലറയ്ക്ക് വാഗ്ദത്തമുള്ളവന്, ഒരു കല്ലറയ്ക്ക് ഇന്ന് രാത്രിക്കാലോ കരയുന്ന ചിലരെ ഇന്ന് രാത്രിക്കാലോ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അവൻ ഇന്ന് രാത്രിക്കാലോ എന്നെയും നിങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറട്ടെ. ഓർക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാ. ദൈവം വിശ്വസ്തനാ, ദൈവം എത്രയോ നീതിമാനാണ്. ഓർക്കുക, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ലാസറെ പുറത്തു വരുവാൻ പറഞ്ഞപ്പോ ലാസർ ശക്തിയോടെ പുറത്തു വന്നു. പക്ഷെ നമ്മൾ അവിടെ കാണുന്നത് ലാസറിനെ ഒന്ന് പുറത്തു വന്നിട്ട് തിരിച്ചവർക്ക് പഴയ അവസ്ഥയിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ട് പൂർവ്വസ്ഥിതി നിന്ന് പഴയ അവസ്ഥയിലേക്ക് കർത്താവിനെ കൊണ്ടുവരാ. കണ്ടാ പോരെ ലാസറിനെ കണ്ടാ പോരെ, നഷ്ടമല്ല ജീവിതത്തിൽ വന്നത്, കണ്ടാ പോരെ. ഇനി കണ്ടിട്ട് ക്ഷേമങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഓർക്ക, ഞാൻ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഓർക്കുക, ഏത് വീട്ടിലാണ് നീ കരഞ്ഞു തുടങ്ങിയത്, ഏത് വീട്ടിലാണ് നിനക്ക് നേരെ സുവിശേഷത്തിന് നേരെ, ആരാധനയ്ക്ക് നേരെ, നിന്റെ വിശുദ്ധിക്ക് നേരെ ആരാണോ നിന്റെ നേരെ വിരൽ ചൂണ്ടിയത്, ആറ്റേക്ക് നഷ്ടപ്പെട്ട നിന്റെ സഹോദരനെ കൊണ്ടെത്തിക്കുക ഞാൻ ശക്തനാണെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കൈവിട്ടു പോയ ചിലതിന് ഇന്ന് രാത്രികാലം നിന്റെ കരത്തിൽ മടക്കി തരുക എന്റെ കർത്താവ് ശക്തനാണെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയുക. ജീവിതത്തിന്റെ എല്ലാ പരിവരുത്തെ അനുഭവത്തിൽ നിന്നും ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകണം. പക്ഷെ നമ്മൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ഒരു വലിയൊരു അത്ഭുതമാണ്. ജീർണിച്ചു പോയത്, നാറ്റം വെച്ചത്, സുഗന്ധമില്ലാത്തത് 4 ദിവസമായി എന്ത് ചെയ്തു? നാറ്റം വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഓർക്കുക, ആ സ്ത്രീയുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അത്ഭുതമല്ല ഞങ്ങൾക്ക് കാണേണ്ടത് നഷ്ടപ്പെട്ട സഹോദരനെ ഞങ്ങൾക്ക് തിരികെ തരണം. ഇന്ന് രാത്രിക്കാലം ലോക സൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ പുറകെ പോകരുത്, യുവസയുടെ വിസായ്ക്ക് വേണ്ടി കർത്താവിന്റെ പുറകെ പോകരുത്, വീടിന് വേണ്ടി കർത്താവിന്റെ പുറകെ പോകരുത്, കാറിന് വേണ്ടി വീട്ടിൽ കർത്താവിന്റെ പുറകെ പോകരുത്. ഇന്ന് രാത്രികാലം തിരിച്ചറിയണോ, ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ട ചിലതിന് ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് കരത്തി തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഉണർന്ന് പ്രവർത്തിച്ച കർത്താവിന് വേണ്ടി എന്റെ കണ്ണടയും വരെയോ കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ള അകത്തു നല്ലൊരു സാക്ഷ്യം ഉണ്ടാകണം. അതാണ് പ്രത്യാശ, അതാണ് വിശ്വാസ, അതാണ് നെറ്റിയും ചമ്പും കൊടുത്ത് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാനിടയായി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, അവർ പറയുക ഞങ്ങൾക്ക് അത്ഭുതമല്ല കാണേണ്ടത്, ഞങ്ങൾക്ക് രോഗസൗഖ്യമല്ല കാണേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപ്പെട്ട സഹോദരന് ഇന്ന് രാത്രികാലം തിരികെ തരണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ ജീവിതത്തിന്റെ, നിന്റെ ദുഃഖത്തിന്റെ, നിന്റെ വിലാപത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റിയിട്ട് അതേ വീടിനകത്ത് നഷ്ടപ്പെട്ട സന്തോഷത്തെ എന്റെ ദൈവം തരുവാനിടയായി മാറും. അതാണ് ജീവിതത്തിന്റെ പ്രത്യാശ.
അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. ലാസറിനോട് ചോദിച്ചാൽ പറയോ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്റെ രക്തത്തിൽ പിറന്ന 2 സഹോദരിയുടെ കണ്ണുനീരാ യേശുവിനെ കല്ലറയിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? നഷ്ടപ്പെട്ട ബന്ധത്തിൽ ഇന്ന് രാത്രി രക്തബന്ധങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ച സഹോദരന് വേണ്ടി, മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി നഷ്ടപ്പെട്ട ബന്ധങ്ങള് ഇന്ന് രാത്രിക്കാലം പുനഃസ്ഥാപിക്കുവാൻ, ഇന്ന് രാത്രിക്കാലം രക്തബന്ധങ്ങളുടെ വേദന, ഇന്ന് രാത്രികാലം രക്തബന്ധങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തിന് മുമ്പിൽ ഇന്ന് രാത്രികാലം ഹൃദയം തുറക്കുവാൻ തയ്യാറായാൽ അവൻ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഓർക്കുക, 2 സ്ത്രീയുടെ കരച്ചിന്റെ പിന്നില്, 2 പേരുടെ വിശ്വാസത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു വിടുതൽ ദൈവം ചെയ്തുവെങ്കിൽ ഈ കളത്തിപ്പടി പട്ടണത്തിനകത്ത് ഒന്നിലധികം ആൾക്കാർ ഒന്നിച്ചിരുന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് നഷ്ടപ്പെട്ട ചിലതിന്, ഇന്ന് രാത്രികാലം രൂപാന്തരമില്ലാത്ത ചിലതിന്, ഇന്ന് രാത്രി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട ചിലതിന്, നഷ്ടം ഭവിച്ച ചിലതിന് ഇന്ന് രാത്രികാലം മടക്കി വരുന്ന രാത്രിയാ, ഇന്ന് രാത്രികാലം തിരിച്ചു പിടിക്കുന്ന രാത്രിയാ, ഇന്ന് രാത്രികാലം നിലവിളിക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രികാലം സ്വർഗം നിനക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുന്ന രാത്രിയാ. അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുക. നാട്ടുകാർ വൈകുന്നേരമായപ്പോഴത്തേക്ക് നോക്കിയപ്പോ മരണ വീട്ടിൽ ഭയങ്കര കൊട്ടും പാട്ടും, ഭയങ്കര ചിരിയും ബഹളമാ. ചിക്കൻ, ബീഫ്, മട്ടൻ ഇതൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് തകർക്കുക. നാട്ടുകാർ വന്ന് നോക്കി, അയ്യോ മരണ വീടല്ലേ, ഇവിടെ എങ്ങനെയാണ് ചിക്കനും ബീഫിന് നല്ല സ്മെല്ല് വരുന്നു. വീട്ടുകാർ നോക്കിയപ്പോ കണ്ടത് ഒരിക്കലും ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ, കണ്ണുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ, പിതാക്കളുടെ കാലത്ത് പോലും നടക്കാത്ത ചില പ്രവൃത്തികൾ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ നോക്കിയപ്പോൾ നഷ്ടപ്പെട്ട ലാസറിനെ രോഗമുള്ളവനായ തിരികെ കൊണ്ടുവന്നത്, മാറ്റം വെച്ചവനായ തിരികെ കൊണ്ടുവന്നത്, പ്രസരിപ്പുള്ളവനായി, ആരോഗ്യമുള്ളവനായി, ദൈവ തേജസ്സുള്ളവനായി ദൈവം ഇടക്കി കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? ദുഃഖത്തെ ഇന്ന് രാത്രികാലം അഴിച്ചു മാറ്റി, വിലാപത്തെ ഇന്ന് രാത്രികാലം അഴിച്ചു മാറ്റി, സന്തോഷത്തിന്റെ പുതപ്പിനെ പുതപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രികാലം മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ, ഞാൻ അതിന് പരിഹാരം തരാമെന്ന വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കല്ല മനസ്സിലാക്കുക. അവര് നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചത്? പക്ഷെ അവര് പറയോ, കഴിഞ്ഞ ദിവസം എന്റെ യേശു 4-ാം ദിവസം വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാം ചിന്തിച്ചു, ഇനി ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഞങ്ങൾ ചിന്തിച്ചു, എല്ലാം തകിടമറിഞ്ഞു ചിന്തിച്ചു. ഞങ്ങൾ ചിന്തിച്ചു, നാട്ടുകാരെല്ലാം ഞങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ 4-ാമത് ഒരു ദിവസം ഒരുവൻ വന്ന്, പഞ്ചായത്ത് മെമ്പറല്ല, നിയമസഭയിലെ MP അല്ല വന്നത്, കേന്ദ്രത്തിന് ഓർക്കുക, അവിടുത്തെ മന്ത്രിയല്ല വന്നത്, ഞങ്ങൾക്ക് വേണ്ടി വന്നത് കല്ലറകളെ ഭേദിക്കുവാൻ കഴിവുള്ളവൻ, അകത്തോട്ട് ശ്വാസം ഊതുവാൻ കഴിവുള്ളവൻ, ഉള്ളതിനെ ഇല്ലാതാക്കി മാറ്റുവന്, ഇല്ലാത്തതിനെ ഉള്ളതാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ ബഥാനി എന്ന ഗ്രാമത്തിൽ ഞങ്ങളുടെ വീട് ലക്ഷ്യമാക്കി വന്ന് അവൻ വന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം. അവനെ കണ്ടുമുട്ടിയതാണ് ഞങ്ങളുടെ സ്ഥിതികൾ മാറിയത്. യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ തിരികെ പിടിക്കുവാനിടയായി മാറിയത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിനെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ പരാജയമായി മാറിയില്ല. യേശുവിനെ ആരാധിച്ചത്, യേശുവിനെ വിശ്വസിച്ചത്, യേശുവിന് വേണ്ടി നിന്നത് കൊണ്ട്, യേശുവിന്റെ നെറ്റിയും ചമ്പും കൊടുത്തത് കൊണ്ട് ജീവിതത്തിൽ പരാജയമായി മാറിയില്ല. ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാനിടയായി മാറി. വന്നവരെല്ലാം ആശ്വസിപ്പിക്കുക, സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് പറയാ, എല്ലാവരും സാരമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ സാരമില്ലാത്തതിനെയാണ് ദൈവം ഇന്ന് രാത്രികാലം ഫ്രഷ് ആക്കി പുറത്തു കൊണ്ടിരുവാനിടയായി മാറുന്നത്. ഇന്ന് രാത്രികൾ ബോസ് നിന്നെ സാന്ത്വനിപ്പിക്കുക, ഓർക്ക് അയൽവക്കക്കാർ നിന്നെ സാന്ത്വനിപ്പിക്കുക, മറ്റുള്ളവർ നിന്നെ സാന്ത്വനിപ്പിക്കുക, സഭയിലെ പാസ്റ്റർ നിന്നെ സാന്ത്വനിപ്പിക്കുക. ആ സാന്ത്വനമൊക്കെ 2 മണിക്കൂറേ കാണത്തുള്ളൂ. ഓർക്കുക, നിന്റെ ദുഃഖങ്ങൾ മാറ്റുവാൻ സിനിമാ ശാലകളിലോ ടൂർ മേഖലകളിലോ പലയിടങ്ങളിൽ സന്ദർശിച്ച
സാന്ത്വനം ലഭിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അതൊരു താൽക്കാലികമായ സാന്ത്വനമായിരിക്കും, താൽക്കാലികമായ ആശ്വാസമായിരിക്കും. പക്ഷേ എന്റെ യേശു നിന്റെ വീട്ടിൽ വന്ന അത് 2.5 മണിക്കൂർ നിൽക്കുന്ന സമാധാനമല്ല, 1 മണിക്കൂർ നിൽക്കുന്ന സമാധാനമല്ല. യേശു തരുന്ന സമാധാനം അത് നിത്യമായി നിൽക്കുന്ന സമാധാനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, യേശു ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെയും വീടിനകത്ത് അവൻ നടകൊള്ളുന്ന രാത്രിയായി മാറട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, ജീവിതത്തിന്റെ എല്ലാ പരിവരത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ലാസർ പുറത്തു വന്നു. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, മാർത്തയ്ക്കും മറിയയ്ക്കും എന്ത് ചെയ്തു മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മരിച്ചുപോയാ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പരസ്പരം കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ധനവാനും ലാസറും മരിച്ചുപോയി. പക്ഷേ അബ്രഹാമിന്റെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ യാതന സ്ഥലത്ത് കിടക്കുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം അബ്ബാപിതാവിന്റെ മടിയിലിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് പറയുക, അബ്രഹാമിൻ ലാസറിന്റെ വിരളമുക്കി എന്റെ നാവൊന്ന് തണുപ്പിക്കണം. ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ ലാസർ ജീർണിച്ചു പോയി, നാറ്റം വെച്ചു, പുഴു പിടിച്ചു, രൂപമില്ലാത്തവനായി മാറി. തിരിച്ചു വന്നപ്പോൾ ആങ്ങളയ്ക്ക് പെങ്ങളെ മനസ്സിലായി, പെങ്ങൾക്ക് ആങ്ങളെയും മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? 2 കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്ക്. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നെങ്കിൽ കർത്താവ് വരും, ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മരണം സംഭവിക്കും. ഇത് 2നും ഇന്ന് രാത്രികാലം ഒഴിഞ്ഞു മാറുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് മരണം ഒന്നിന്റെ അവസാനമല്ല, എല്ലാത്തിന്റെ ആരംഭമാണെങ്കിൽ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ നല്ലതായാലും തീരായാലും ഒരു ദിവസം പ്രതിഫലമാകേണ്ടതിന് ന്യായാസനത്തിന്റെ കോടതിയിൽ ഒരു ദിവസം പ്രതിഫലം വിധിക്കുമ്പോൾ അന്ന് നല്ല ദാസൻ എന്നുള്ള പേർ വിളിക്ക് യോഗ്യനായി മാറുവാൻ, ഒരു നല്ല ജീവിതത്തിന് ഉടമകളായി മാറുവാൻ, ലാസറിനെ പോലെ, മാർത്തയെ പോലെ, മറിയെ പോലെ ജീവിതത്തിന് എല്ലാ നഷ്ടങ്ങളും ഭവിക്കുമ്പോൾ ജീവിതത്തിൽ വിശ്വാസത്തിൽ കളങ്കം പറ്റാതെ, വിശ്വാസത്തിൽ പുറകോട്ടു പോകാതെ യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുക, അവന്റെ പാത പിന്തുടരുക. കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് പാടാ, മണ്ണോട് മണ്ണ ഞാൻ അമർന്നു പോയാൽ എൻ കാന്തനേശു കൈവിടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ പാട്ടിന്റെ വരികൾ ബലകരത്തിൽ പിടിച്ചെന്ന് നടത്തിടുന്ന നഗരം തോറുന്നുള്ള ആ മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം.
ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടുക എന്നുള്ളതാണ്. വീട്ടിൽ ഒറ്റപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എത്ര വലുതാണ്. ഒരു ചർച്ചിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന ഭാരം എത്ര വലുതാണ്. ഒരു ജോലി സ്ഥലത്ത് നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ എത്ര വലിയ ഭാരമാണ്. പക്ഷേ ഒരു നാട്, ഒരു വാർഡ്, ഒരു പഞ്ചായത്ത്, ഒരു ബഥാനിയ ഒറ്റപ്പെടുത്തിയാൽ ആ രണ്ട് സ്ത്രീകളുടെ വേദന എത്ര വലുതാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവരുടെ ഹൃദയത്തിന്റെ വേദന, അവരുടെ ഹൃദയത്തിന്റെ ഭാരം സ്വർഗം കണ്ടു. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അവർ ഒറ്റപ്പെട്ട ഇടത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്നേന്റെ ഒറ്റ കാരണത്താൽ, യേശുവിന്റെ പുറകെ പോയതിന്റെ ഒറ്റ കാരണത്താൽ അവർ ദേശത്ത് തല താഴ്ത്തിയെങ്കിൽ ഒന്ന് ഞാൻ പറയാം, ആ നാമത്തിന് വേണ്ടി നീ നിന്നാൽ നിന്റെ കഷ്ടതയിൽ എന്റെ യേശു മാറി നിൽക്കത്തില്ല. എന്റെ യേശു നിനക്ക് വേണ്ടി നിൽക്കുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കുവാൻ, നിന്റെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാല പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രികാല പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകിയ എല്ലാ കരങ്ങളെ സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇരട്ടി പ്രതിഫലം കൊടുക്കുവാൻ സ്വർഗം അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ വീടിന്റെ അകത്ത് യേശുണ്ടെങ്കിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് യേശുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയിൽ യേശുണ്ടെങ്കിൽ നാം തോറ്റുപോകത്തില്ല. മനുഷ്യൻ പറയും എല്ലാം അവസാനിച്ചു, മനുഷ്യൻ പറയും പാട്ടും കൊട്ടും ആരാധന നിന്നു പോകുമെന്ന് പറയും. പക്ഷേ യേശു അകത്തുള്ളവൻ അറിയാം, അല്പ വൈകിയാലോ അല്പം താമസിച്ചാലോ നാറ്റം ഭവിച്ചാലോ എന്റെ യേശു എന്നെ ഓർക്കാതിരിക്കത്തില്ല. അവൻ എന്റെ വീട്ടിൽ വരാതിരിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തിൽ എന്റെ യേശു വരുമെങ്കിൽ ഇന്ന് രാത്രികാലം പ്രത്യാശയോടെ നാം വെള്ളമായിരിക്കുമ്പോ ഇന്ന് രാത്രി ദൈവം തന്ന ഈ അവസരങ്ങൾക്കായി അടുത്തയാഴ്ച കണ്ടുമുട്ടുകയും മേഘത്തിന് കീഴിൽ കൃപയുടെ മറവിൽ സ്വർഗം നമ്മളെ മറയ്ക്കുവാൻ നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ജോമോനച്ചാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും.
മുത്തുകളാൽ നിർഗീതമാം 12 ഗോപുരു ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകൂ ജീവനാ നിത്യജീവൻ നൽകൂ കർത്താവിനോട് കൂടി നിത്യവസമം കർത്താവിനോട് കൂടി നിത്യവസമം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ ഇന്ന് രാത്രി കാലമാലയത്തിൽ കടന്നു വന്ന നിർജനത്തിന് മേലും അവർ വിട്ടിട്ട് വന്നിരിക്കുന്ന ഭവനത്തിന് മേലും അവർക്ക് കൊടുത്തേക്കുന്ന ഭൗതിക ആത്മീയ നന്മയുടെ മേലും ഭൂമിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്ന് മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇരിക്കുമാറാകണമേ. ആമേ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേ. കടന്നു വന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകാൻ സ്വർഗം നമ്മളെ എല്ലാം ആശീർവദിക്കട്ടെ.